ഈ പടത്തിൽ അത്യാവശ്യം നല്ലൊരു കഥയുണ്ട്, കുറേ നല്ല സീനുകളുണ്ട്. ഇതിലുള്ള ഏകദേശമുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള സ്പേസും അവരുടേതായിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു 2 മിനിറ്റ് എടുത്ത് വെച്ച് നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല സീനാണല്ലോ, ഇതൊരു നല്ല സിനിമയാണോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ പടം ഞാൻ ഒരിക്കലും നിങ്ങൾ നിർബന്ധമായിട്ടും തിയേറ്ററിൽ പോയി കാണണം, ഇതൊരു സൂപ്പർ പടമാണെന്ന് പറയാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 15 പേർക്ക് ഒരു 5 മിനിറ്റ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ സമയം കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ അത് 75 മിനിറ്റായി. അതായത് 1 മണിക്കൂറും 15 മിനിറ്റും. പിന്നെ ഈ പടം എന്താ 2 മണിക്കൂർ ചില്ലറ എങ്ങാണ്ടേ ഉള്ളൂ, 2.25 മണിക്കൂർ എങ്ങാണ്ടാണ് ഉള്ളത്. ബാക്കി 1 മണിക്കൂറിൽ എന്തൊരു കാണിക്കാൻ? ഇത് എല്ലാവർക്കും ഒരു സ്പേസ് കൊടുത്ത് ഇങ്ങനെ പോയിട്ട് ഇതിൽ ഒരു മനുഷ്യരടുത്ത് ഒരു ഇമോഷണലി ഒരു കണക്ഷൻ വരാതെ സിനിമയായിട്ട് കണക്റ്റ് ആവാതെയാണ് ഈ പടം കണ്ടു തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യും പോലെ അവന്മാരെന്തരോ കാണിക്കട്ടെ, അവന്മാരെ ചാവയോ കൊല്ലയോ എന്തരോ ചെയ്യട്ടെ, നമുക്കെന്തര് എന്നുള്ളൊരു ഫീലിംഗാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായത്. മെയിൻ പ്രശ്നം ഇതാണ്. എല്ലാ വർണ്ണവനും പോണവനും എല്ലാം ഒരു ബാക്ക് സ്റ്റോറി. എന്നാൽ അവർക്ക് എന്തോ ഒരു ചെറിയ കാര്യമാണ് ഈ സിനിമയിൽ ചെയ്യാനുള്ളത്. ഈ ഒരാൾ മൂലം ഇന്നൊരു കാര്യം സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ ഇത്രയും സമയം വയ്ക്കുമ്പോഴേക്കും നമുക്ക് ആരെയും ഇതിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഒരു ഇൻ്റർവെൽ വരെ എത്തുന്ന സമയത്ത് RJ ബാലാജിയുടെ കഥാപാത്രത്തിനടുത്ത് ഒരു ഇമോഷണൽ കണക്ഷനും അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും. അത് പിന്നെ വരുമ്പോഴേക്കും വേറെ കുറേ കഥാപാത്രങ്ങൾ, അവന്മാർക്ക് വേറൊരു ഫ്ലാഷ് ബാക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഇതങ്ങ് പോയി. അത് മാത്രമല്ല, ഇതൊരു റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്തതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് മാസ് മസാല പടമല്ല, അതിനായിട്ടുള്ള ഒരു ലോജിക്ക് പരിപാടിയൊക്കെ വേണം. ഇത് പല സീനുകളും സീരിയസ് ആയിട്ട് അവന്മാർ ചെയ്തത് കോമഡി ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതുമാത്രമല്ല, കാസ്റ്റിങ്ങിന് പ്രശ്നം വന്നിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടർക്കൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിലേക്ക് ഞാൻ വരാം. ജയചന്ദ്രനാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ. എൻ്റെ മോനെ അന്യായ വർക്ക് കേട്ടാ. ഇപ്പോൾ ഒരിടത്ത് ഒരു സെറ്റാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് റിയലിസ്റ്റിക്കായിട്ട് ഈ സിനിമ കൊണ്ടുപോകണതിൽ ഡയറക്ഷൻ ഗംഭീരമായിട്ട് അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഓവറോൾ മേക്കിംഗ്, ഇപ്പോൾ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് ആണെങ്കിൽ, പ്രിൻസ് ആൻഡേഴ്സൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഒരു ഗ്രാൻഡ് ഫീൽ ഈ സിനിമയ്ക്ക് നൽകുന്നുണ്ട്. ഒരു ചെറിയ ക്യാൻവാസാണ്, ഒരു ജയിലാണ് മെയിൻ, ഒരു 90% പടത്തിൽ ജയിലാണ്. എന്നിരുന്നാലും തന്നെ വലിയൊരു പടം കാണും പോലത്തെ ഒരു ഫീല് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. സെൽവയുടെ എഡിറ്റിംഗ് നന്നായിരുന്നു. ഞാൻ പറഞ്ഞ ടെക്നിക്കലിയൊക്കെ ഗംഭീരമാണ്. ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഈ RJ ബാലാജി, അദ്ദേഹം സാധാരണ ഈ കോമഡി പടങ്ങളിലൊക്കെയാണ് വരുന്നത്. ഡയറക്റ്റ് ചെയ്യണതും അങ്ങനെ തന്നെയാണ്. പുള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ പുള്ളിയുടെ തമിഴ് കമൻട്രിയാണ്. പുള്ളിയാണ് കമൻട്രി പറയാനുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തമിഴ് വെർഷനെ കാണുള്ളൂ. അത്രയ്ക്ക് രസമാണ്. അപ്പോൾ ആ ഒരു ചളിയടിയും ഇതൊക്കെ മാറ്റിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ പുള്ളി മാറി ചിന്തിച്ച് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഓവറായിട്ട് ഇമോഷണൽ ആവേണ്ട, മെലോ ഡ്രാമ വരേണ്ട സമയത്തൊക്കെ അപ്പോഴേക്കും എന്തോ എടുത്താൽ പൊങ്ങാത്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് ചില സീനുകളൊക്കെ കോമഡി ആയിട്ട് തോന്നി. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ RJ ബാലാജി സെറ്റായിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ ഒരു തട്ടുകട നടത്തുന്ന ഒരു മനുഷ്യൻ, ഈ തട്ടുകട കാണിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് നമ്മളൊരു തട്ടുകട ഉള്ള ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോഴത്തൊരു ഫീല് ഈ സിനിമ തരുന്നുണ്ട്. ഇത് മേക്കിംഗ് വൈസ് ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ ആഖ്യാനത്തിലാണ് ഇത് പാളിപ്പോയത്, എക്സിക്യൂഷനിലാണ് പാളിപ്പോയത്. കഥയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഇയാൾ ജയിലിലാവുന്നു. ജയിലിൽ നമ്മുടെ സെൽവരാഘവനുണ്ട്. സെൽവരാഘവൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്തിടെ, എന്തോ ഒരു പേരാണ്, അത് ഗത്ത് പേരാണത്. അപ്പോൾ സെൽവരാഘവനെ പിടിച്ച് കാസ്റ്റ് ചെയ്തത് ഭയങ്കര ഡോണാണ്, മറ്റതാണ്, ഭയങ്കര ബിൽഡപ്പാണ്. പക്ഷേ ബിൽഡപ്പിനടുത്തുള്ള ഒരു ആളായിട്ട് നമുക്ക് തോന്നല്ലോ. ഇയാൾക്ക് ഇത്രയും വലിയ ബിൽഡപ്പിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു വേറെ ആരെങ്കിലും വയ്ക്കാനെന്ന് തോന്നി. അത് അവിടെ പോയി. പിന്നെ വലിയൊരു വില്ലൻ ക്യാരക്ടർ നന്നായിട്ട് വരുന്നില്ല. പിന്നെ നമ്മുടെ SP ആയിട്ട് നമ്മുടെ ഷറഫുദ്ദീൻ വരുന്നുണ്ട്. ഷറഫുദ്ദീനെ കാണിച്ച സമയത്ത് ഒരു ചപ്പടാച്ചി വീശയും വെച്ച് ഇങ്ങനെയൊക്കെയാണ് ഏറും പിടിച്ചു. സൗണ്ട് കൊടുത്തിരിക്കുന്ന വേറെ അതൊരു തമിഴ്. അത് ഒന്നും നമുക്ക് ഷറഫുദ്ദീനെ, നമുക്ക് ഗിരിരാജ കോഴിയെ കണ്ടിട്ട് വരണമുണ്ട്. എനിക്കെന്തോ ആക്കോട്ട് തുടക്കത്തിൽ ഭയങ്കര പാടായിരുന്നു ഷറഫുദ്ദീനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഭയങ്കര ഏറുപെടുത്തോ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ പുള്ളി കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹക്കീം ഷാ ജയിലിനകത്തുണ്ട്. ഹക്കീം ഷാ ആസ് യൂഷ്വൽ നല്ല സ്വാഗാണ്, നല്ല ടെററാണ്, കിടിലൻ ക്യാരക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ട് വരുന്നത് സാനിയ അയ്യപ്പൻ. പിന്നെ കരുണാസിൻ്റെ ഒരു റോളുണ്ട്. കരുണാസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ നട്ടി വന്നിട്ട് ഈ ഒരു കലാപം നടന്നിട്ടുണ്ട് ജയിലിൽ വെച്ച്. അതെങ്ങനെ സംഭവിച്ചു, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. പുള്ളിക്ക് ഒരു എന്തോന്നു ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. ഇടയ്ക്കുള്ള ഗ്യാസിൻ്റെ കഥയുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാണിക്കുന്നത്? അല്ലാതെ വന്നിരുന്ന ഒരു മനുഷ്യൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കോമഡികൾ കുറേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. പുള്ളിയുടെ പെർഫോമൻസ് പക്ഷേ വേറെ സിനിമകളിലെ പോലെയല്ല, ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. നട്ടിയുടെ ക്യാരക്ടർ വന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കണം. അപ്പം ഇതിലൊരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ സിനിമയിൽ ആവനെങ്കിലൊക്കെ വന്ന് കഥ പറയുമ്പം അവൻ കാണാത്ത കാര്യങ്ങളൊക്കെ അവൻ പറയും. ഇപ്പോൾ ദേവര സിനിമയിൽ
പ്രകാശ് രാജ് കഥ പറയുമ്പോൾ മറ്റുള്ള കുളിച്ചോണ്ടിരിക്കണതൊക്കെ പ്രകാശ് രാജ് എങ്ങനെ അറിയണത്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രകാശ് രാജ് അങ്ങ് പറയല്ലേ. അതുപോലെ ബാഹുബലി സിനിമയിൽ ഈ പൽവാൽ ദേവൻ അവൻ്റെ കയറ് വിട്ടുകൊടുത്ത് കൊല്ലാൻ നോക്കി, പക്ഷേ കയറ് കൊക്കയിൽ തൂങ്ങിക്കിടന്ന സമയത്താണ് ബാഹുബലി രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഇവൻ അറിഞ്ഞൂടല്ലോ, കട്ടപ്പയ്ക്ക് അറിയാത്ത കാര്യങ്ങളിൽ ഇതിലങ്ങനല്ലേ. ഇതിൽ ഓരോരുത്തരും പറയുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അവരെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഈ പടം ചെയിനായിട്ട് കോർത്ത് പോകാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ അവർ ആക്കിയാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇതാണ്, ഓരോരുത്തരും പറയുമ്പോൾ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അവനെ നമ്മൾ നോക്കി വരുമ്പോഴേക്കും അടുത്തവൻ്റെ കാര്യം പറയും, അത് കഴിയുമ്പോഴേക്കും അടുത്തവൻ്റെ കാര്യം പറയും. ഇങ്ങനെ പോയി കുറേ കഥാപാത്രങ്ങൾ, ഒരു മോളെ നഷ്ടപ്പെട്ട മോളെ അന്വേഷിച്ച് നടക്കുന്ന, മോളെ കാണാൻ വേണ്ടി നടക്കുന്ന ഒരു സൈക്കോ, ആ കിളവനൊക്കെ എന്തിന് വെറുതെ ഒരു കഥാപാത്രം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറേ നേരം അയാളെ വെറുപ്പിക്കലുണ്ട്. ഇങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഒരു ആഫ്രിക്കക്കാരുണ്ട്. അങ്ങനെ പോയി ഒരു വികാരവും തരാത്ത ഒരു നല്ല രീതിയിൽ ഡ്രാഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല മറ്റേ റയോട്ട് നടക്കുന്നുണ്ട്. അത് എടുത്തിക്കണൊക്കെ ഗംഭീരമാണ് കേട്ടോ. നല്ല പണി എടുത്തിട്ടുണ്ട് ഇതിന്, നല്ല കിടിലായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റയോട്ട് അത്രയും സീന് സെറ്റായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ കോൺഫ്ലിക്റ്റ്, ട്വിസ്റ്റുകൾ, അത് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ ഇയാൾ എന്തരാണെന്ന് പോലും നേരെ നമുക്ക് രജിസ്റ്റർ ആവണില്ല. ഒരു ഓവറായിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് നമ്മുടെ RJ ബാലാജി. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ലാസ്റ്റ് ഇവൻ എന്താണ് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടടേ എന്ന് നമ്മൾ വിചാരിച്ചു പോയി. പിന്നെ ഷറഫുദ്ദീൻ അങ്ങനെയൊക്കെ പടം അങ്ങ് തീർന്നില്ല. അവസാനം ഒന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻഡിങ് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ഒരു നടന്ന സംഭവം എടുത്ത് വെച്ച് കാണിച്ചു എന്നുള്ളതാണ്. അതും ഭയങ്കര ഓവറാക്കി, ചില സീനുകളൊക്കെ ഓവറാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എന്തൊക്കെയോ ഉള്ള ഒരു സിനിമയിൽ ഒരു വികാരമില്ലാതെ, ഒരു കണക്ഷനും ഇല്ലാതെ പ്രേക്ഷകൻ ഒരു വഴിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരൊരു വഴിക്ക് സിനിമ കാണിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഇവർ തമ്മിലുള്ള ഒരു പാലം ബിൽഡ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു സിനിമയായിട്ടാണ് സ്വർഗ്ഗവാസൽ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. മാർട്ടിൻ്റെ റോസ്റ്റ് എൻ്റെ രണ്ടാമത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിലിട്ടത്. ഇതുവരെ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാനാര എന്തരാ വരട്ടെ.